നിങ്ങളൊരു വണ്ടി ഹാഫ് ക്ലച്ചിൽ കയറ്റത്തെടുക്കുമ്പോൾ പരമാവധി ഈ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, ഈ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നിങ്ങളൊരു വണ്ടി ഹാഫ് ക്ലച്ചിൽ കയറ്റത്തെടുക്കുമ്പോൾ പരമാവധി ഈ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, ഈ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് വണ്ടി സ്മൂത്തായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് ആക്സിലറേഷൻ കൊടുത്തെടുക്കുന്ന ടൈമിൽ ഒരുപാട് ഇന്ധനം കത്തി തീരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ നമ്മൾ വണ്ടി ഹാഫ് ക്ലച്ചിൽ എടുക്കുക എന്നുള്ളത് ഒരു സ്മൂത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഡ്രൈവിംഗിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനും ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഉള്ള മെത്തേഡ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകളും ഒഴിവാക്കാനായിട്ടുള്ള ട്രിക്കും പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ ഒരു ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത്. ഞാനിത് എൻ്റെ കാല് ബ്രേക്കിൽ വെക്കുന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. നമുക്ക് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് മാനുവലായിട്ട്, അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ എടുക്കാനായിട്ട് നമ്മൾ പഠിക്കുക. കാരണം നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളിലൊന്നും ഹാൻഡ് ബ്രേക്ക് സംവിധാനങ്ങളില്ലായിരുന്നു. അന്നൊക്കെ നമ്മൾ ഹാഫ് ക്ലച്ചിൽ സ്വന്തമായിട്ട് ബാലൻസ് ചെയ്ത് വണ്ടി എടുക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മെത്തേഡാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമുക്ക് തീർത്തും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി ബിഗിനേഴ്സ് വരുത്തുന്ന മിസ്റ്റേക്കുകൾ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഇവിടുന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് എടുത്ത്, ഇപ്പോൾ ഹാഫ് ക്ലച്ചിൽ കറക്റ്റാണ് ഇപ്പം ഞാൻ വണ്ടി എടുത്തത്. ഇനി നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ ഒന്ന് പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്കും കൂടെ കാണിച്ചു തരാം. ഇനി നിങ്ങൾ ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൽ എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. അതായത് ആ കയറ്റം ഏതാണോ ആ കയറ്റത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ നമ്മൾ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പോയിന്റ് കണ്ടുപിടിക്കുമല്ലോ, അവിടുന്ന് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്തും പ്രോപ്പർ പോയിന്റിൽ നിന്ന് കൃത്യമായിട്ടും ആ കയറ്റത്തിന് അനുപാതികമായിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലച്ചിൻ്റെ റിലീസിങ്ങും കൂടെ നമ്മൾ ചെയ്യണം. ഇതും കൂടെ ചെയ്താലേ നമ്മൾ കയറ്റത്ത് വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഒരുപാട് ഇരയ്ക്കാതെ, അതായത് ക്ലച്ച് ഇരയ്ക്കാതെ, അതായത് ക്ലച്ച് നമ്മൾ കാലയക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു സൗണ്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ വരും. അത് ഒഴിവാക്കിക്കൊണ്ട് സ്മൂത്തായിട്ട് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ പറഞ്ഞ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം. ക്ലച്ചിൽ നിന്ന് ഞാനിങ്ങനെ കാലെടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് വരികയാണ്. ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വണ്ടി ബൈക്കിലേക്ക് ഉരുളത്തില്ല. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ വെച്ചിട്ട് ബ്രേക്കിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കും. മുന്നോട്ട് കൊടുത്ത് പിടിച്ചിട്ട് ക്ലച്ചേന്ന് പതിയെ അയക്കത്തുള്ളൂ. പതിയെ അയച്ചു വരുന്ന സമയത്ത് വണ്ടി ഇത് ക്ലച്ച് ഇരയ്ക്കും. ക്ലച്ച് ഇരച്ചിട്ട് നമുക്ക് സ്മൂത്തായിട്ട് വണ്ടിയെ എടുക്കാനായിട്ട് കഴിയാതെ വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കാനായിട്ട് കറക്റ്റ് നമ്മൾ ബ്രേക്കേ കാല് വെക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ബ്രേക്കിൽ നിന്ന് പതിയെ ഒന്ന് അയച്ചു നോക്കണം. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ബ്രേക്കിൽ നിന്നൊന്ന് അയച്ചു നോക്കണം. അയക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നില്ലെങ്കിൽ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ഇപ്പോൾ കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുക്കുക. ആ സെയിം ടൈമിൽ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെ വണ്ടി എടുക്കാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയധികം സമയം ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കാനായിട്ട് കൊടുക്കരുത്. ഇപ്പം ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഈ ഒരു ടൈം എടുക്കുന്നത്. ഇപ്പം നമ്മൾ വണ്ടി കയറ്റത്തെടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ചെറിയൊരു കയറ്റമാണ്. ഇപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ കണ്ടില്ലേ, വണ്ടി ബാക്കിലേക്ക് കണ്ടോ റോൾ ആകുന്നത് കണ്ടോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കയറ്റത്ത് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ വേഗത്തിൽ എടുക്കാനായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സെയിം ടൈമിൽ ഹാഫ് ക്ലച്ചിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ക്വിക്കായിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സെയിം ടൈമിലേക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ സെക്കൻഡുകൾക്കുള്ളിൽ വന്നു. അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് എൻ്റെ കാലം കൊണ്ട് മാറുന്ന സെയിം ടൈമിൽ ഞാൻ
പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുകയും ആ സെയിം ടൈമിൽ ആക്സിലറേഷൻ കൊടുക്കുകയും പിന്നെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് വേഗത്തിൽ വണ്ടി എടുക്കാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഞാനിത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു, ആ സെയിം ടൈമിൽ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തപ്പോൾ കണ്ടില്ലേ വണ്ടി സ്മൂത്ത് ആയിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ ഈ ഇടത്തേക്കാലും വലത്തേക്കാലും വെച്ച് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ക്വിക്കായിട്ട് 1-2 സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പം ഇത് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി കയറ്റത്ത് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി ഒന്നും കൂടെ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാകാനായിട്ട് ഞാൻ ഒരു ഡെമോയും കൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുകയാണ്. നല്ല കുത്തനെയുള്ളൊരു കയറ്റത്തിലേക്ക് എൻ്റെ വണ്ടി ഇത് ഇങ്ങനെ കയറുകയാണ്. നിങ്ങൾ നോക്കിക്കേ, നല്ല കുത്തനെയുള്ളൊരു കയറ്റത്തിലേക്ക് വണ്ടി ഇങ്ങനെ കയറുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, കണ്ടോ, ഇത് നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ്. അപ്പം നമുക്കിവിടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പെട്ടെന്നാണ് വണ്ടി എടുക്കേണ്ടത്. പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ഒരുപാട് ക്ലച്ച് താങ്ങരുത്. ക്ലച്ച് താങ്ങിക്കഴിഞ്ഞാൽ ക്ലച്ച് കരിയും, ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും. നമ്മളതൊരു ഓവർലോഡ് കൊടുക്കാതെ ക്ലച്ചിന് ഒരുപാട് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തതേ കണ്ടോ, കറക്റ്റാണ് ചെയ്യുന്നത്. അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയം, അതായത് ഇപ്പം നമ്മളിങ്ങനെ ക്ലച്ച് ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നു, ബ്രേക്കിൽ ഇങ്ങനെ കാല് വെക്കുന്നു. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ഇങ്ങോട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ക്ലച്ചിൽ നിന്ന് കാലഴിഞ്ഞ് ഇത് ഹാഫ് ക്ലച്ച് വരും. അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഇത് ഇവിടുന്ന് കാലഴിഞ്ഞ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരും. ഇവിടുന്ന് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ആകും. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അതായത് ബ്രേക്കിൽ ഇങ്ങനെ കാല് വെക്കുന്നു, ക്ലച്ച് ഞാൻ ചവിട്ടി താത്ത് പിടിച്ചിട്ടുണ്ട്. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ഇവിടെ ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെ നമ്മൾ ഒരു മെത്തേഡിൽ ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കയറ്റത്ത് വണ്ടി ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്, ഒരു കാരണവശാലും നിങ്ങൾ ഹാഫ് ക്ലച്ചിൽ എടുക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ കറക്റ്റ് നമ്മളിത് ബ്രേക്ക് കാല് വെച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ വണ്ടിയെ ഹാഫ് ക്ലച്ചിൽ നിർത്തരുത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഹാഫ് ക്ലച്ചിൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് വണ്ടിയെ നിർത്തിയേക്കാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളുടെ ക്ലച്ചിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മളിങ്ങനെ നിന്നാൽ ഉടൻ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബിഗിനേഴ്സിന് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഒരു ചെറിയ ട്രാഫിക്കിലോ കയറ്റത്തിലോ ഒക്കെ നമ്മൾ വണ്ടി ഹാഫ് ക്ലച്ച് നമുക്ക് പതിയെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം വരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ശകല നേരം വണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കാരണവശാലും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ കാല് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ നിങ്ങൾ ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ടും ചവിട്ടുക. അതായത് ഇപ്പം ഞാൻ പറയാം, ഇവിടെ നമ്മളൊരു കയറ്റത്തിലേക്ക് വരികയാണ്. ഓക്കെ, ഈ കയറ്റത്തിൽ വന്നിട്ട് നമുക്കിത് ഇവിടെ മുന്നിലായിട്ടൊരു വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ചെറിയൊരു കയറ്റമാണ്. ഞാൻ ഇത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, കണ്ടോ വണ്ടി ബാക്കിലേക്ക് റോളാകുന്നത് കണ്ടില്ലേ. അപ്പം ഇങ്ങനെ ഒരു കയറ്റത്ത് നിൽക്കുകയാണ്. അപ്പം മുന്നിലൊരു വണ്ടിയുണ്ട്. അപ്പോൾ മുന്നിൽ പോകുന്ന വണ്ടി പോകുന്നില്ല, അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ വണ്ടി എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു കാരണവശാലും ഹാഫ് ക്ലച്ചിൽ വന്നിട്ട് കുറേ നേരം നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ച് വന്നിട്ട് ബ്രേക്കേ കാല് വെച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു പൊസിഷനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറേ അധികം സമയം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും. ചില ആൾക്കാർ ഇങ്ങനെ വരുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ആക്സിലറേഷനിലുമായിട്ട് കയറ്റത്ത് വണ്ടി ഇങ്ങനെ നിർത്തും. ആക്സിലറേഷൻ ശാലം മുന്നോട്ട് കൊടുത്തിട്ടുണ്ട്, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ വെച്ചേക്കാണ്. ഇങ്ങനെ നമ്മൾ കുറേയധികം നേരം നിൽക്കാനായിട്ട് പാടില്ല. കാരണം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് ക്ലച്ചിന് കംപ്ലൈൻറ്റും ഒപ്പം ആക്സിലറേഷൻ കൊടുക്കുന്നതിലൂടെ കൂടുതൽ ഇന്ധനം കത്തിത്തീരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പൂർണ്ണമായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഒന്നെങ്കിൽ ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ ആക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക, ബ്രേക്കേ കാല് വെക്കുക. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ ആക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് നിൽക്കുക. ഇപ്പോൾ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി വണ്ടി മുന്നിൽ കിടക്കുന്ന വണ്ടി മുന്നോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് തോന്നിയാൽ നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത്
ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇതുപോലെ എടുക്കാനായിട്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഇത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു വണ്ടി ഹാഫ് ക്ലച്ചിൽ സ്മൂത്ത് ആയിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ പരമാവധി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.